അധ്യായം 36. പാശ്ചാത്യദേശങ്ങളിൽ ബാബാജിയുടെ താത്പര്യം. ഗുരുദേവ, അങ്ങ് ബാബാജിയെ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രീരാമപുരത്തെ ശാന്തമായ ഒരു വേനൽക്കാല രാത്രിയായിരുന്നു അത്. ആശ്രമത്തിലെ 2-ാം നിലയിലെ ബാൽക്കണിയിൽ ശ്രീ യുക്തേശ്വരൻ്റെ അരികിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. വലിയ നക്ഷത്രങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെട്ടിത്തിളങ്ങി. ഉണ്ട്. എൻ്റെ ഈ നേരെയുള്ള ചോദ്യത്തിൽ ഗുരുദേവൻ മന്ദഹസിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഭക്ത്യാദരങ്ങൾ കൊണ്ട് തിളങ്ങി. മരണമില്ലാത്ത ആ ഗുരുനാഥൻ്റെ ദർശനം കൊണ്ട് 3 പ്രാവശ്യം ഞാൻ അനുഗ്രഹീതനായിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യ സമാഗമം അലഹബാദിൽ ഒരു കുംഭമേളയിൽ വച്ചായിരുന്നു. ഭാരതത്തിൽ ചിരപുരാതന കാലം മുതലേ നടന്നുവരുന്ന മതപരമായ ഉത്സവങ്ങളാണ് കുംഭമേളകൾ. എക്കാലവും അവ പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ ആധ്യാത്മിക ലക്ഷ്യങ്ങൾ വച്ചു പോന്നിട്ടുണ്ട്. ലക്ഷങ്ങൾ വരുന്ന ഹിന്ദു ഭക്തജനങ്ങൾ 6-12 കൊല്ലം തികയുമ്പോൾ പലതരത്തിലുമുള്ള ആയിരക്കണക്കിന് സാധുസത്തുക്കളെയും യോഗികളെയും സ്വാമിമാരെയും താപസന്മാരെയും ദർശിക്കാനായി ഒത്തുകൂടുന്നു. അവരിൽ പലരും മേളകളിൽ പങ്കുകൊള്ളാനും ലൗകികരായ മനുഷ്യരിൽ അനുഗ്രഹാശിസുകൾ ചൊരിയാനുമല്ലാതെ തങ്ങളുടെ ആളൊഴിഞ്ഞ വാസസ്ഥാനങ്ങൾ ഒരിക്കലും വിടാറില്ലാത്ത തപോധനന്മാരാണ്. ബാബാജിയെ കണ്ട സമയത്ത് ഞാൻ ഒരു സ്വാമിയായിരുന്നില്ല, ശ്രീ യുക്തേശ്വരൻ തുടർന്നു. പക്ഷേ ലാഹിരി മഹാശയനിൽ നിന്ന് ക്രിയാദീക്ഷ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. 1894 ജനുവരിയിൽ അലഹബാദിൽ കൂടുന്ന മേളയിൽ സംബന്ധിക്കാൻ അദ്ദേഹം എന്നെ പ്രേരിപ്പിച്ചു. ഒരു കുംഭമേളയുടെ ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്കത്. ആൾക്കൂട്ടത്തിൻ്റെ ആരവവും തിരക്കും എന്നെ പരവശനാക്കി. തിരയുന്ന കണ്ണുകളോടെ ഞാൻ ചുറ്റും ഉറ്റുനോക്കി. ഒരു ആചാര്യൻ്റെയും ജ്ഞാനദീപ്തമായ മുഖം ഞാൻ കണ്ടില്ല. ഗംഗയിലെ പാലം കടക്കുമ്പോൾ കയ്യിൽ ഭിക്ഷാപാത്രം നീട്ടിക്കൊണ്ട് ഒരു പരിചയക്കാരൻ അടുത്തു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓ, ഈ മേള ഒച്ചപ്പാടിൻ്റെയും യാചകരുടെയും ഒരു അലങ്കോലമല്ലാതെ മറ്റൊന്നുമല്ല, ഞാൻ നിരാശയോട് ചിന്തിച്ചു. മതവും പ്രസംഗിച്ച് ഭിക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ അലസന്മാരെക്കാൾ മനുഷ്യരാശിയുടെ പ്രായോഗിക നന്മയ്ക്കു വേണ്ടി അറിവിൻ്റെ ചക്രവാളങ്ങൾ ക്ഷമയോടെ വികസിപ്പിക്കുന്ന പാശ്ചാത്യ ശാസ്ത്രകാരന്മാരല്ലേ ഈശ്വരന് കൂടുതൽ പ്രിയമെന്ന് ഞാൻ സംശയിക്കുന്നു. സാമൂഹ്യ പരിഷ്കരണത്തെപ്പറ്റിയുള്ള നീറിക്കൊണ്ടിരുന്ന എൻ്റെ ചിന്തകൾക്ക് എൻ്റെ മുന്നിൽ വന്നു നിന്ന ഒരു ദീർഘകായനായ സന്യാസിയുടെ ശബ്ദം വിരാമമിട്ടു. സർ, അദ്ദേഹം പറഞ്ഞു, ഒരു താപസേന്ദ്രൻ അങ്ങയെ വിളിക്കുന്നു. ആരാണദ്ദേഹം? വന്നു നേരിട്ട് കണ്ടു മനസ്സിലാക്കൂ. ഈ ഹ്രസ്വമായ ഉപദേശത്തെ മടിയോടെ അനുസരിച്ച ഞാൻ ഒരു മരത്തിൻ്റെ അടുത്തെത്തി. അതിൻ്റെ ശാഖകളുടെ തണലിൽ ആകർഷകമായ ഒരു സംഘം ശിഷ്യരുടെ നടുവിൽ ഒരു ഗുരു ഇരുന്നിരുന്നു. കറുത്തു തിളങ്ങുന്ന കണ്ണുകളുള്ള ആ ആചാര്യൻ തേജസ്വിയായ ഒരു അസാധാരണ വ്യക്തിയായിരുന്നു. എന്നെ കണ്ട് എഴുന്നേറ്റ് വന്ന അദ്ദേഹം എന്നെ ആശ്ലേഷിച്ചു. സ്വാഗതം സ്വാമിജി, അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു. പ്രഭു, ഞാൻ സ്വാമിയല്ല, ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ഈശ്വര നിർദ്ദേശത്താൽ ഞാൻ സ്വാമിപദം നൽകുന്നവർ അത് ഒരിക്കലും തള്ളിക്കളയാറില്ല. ആ ദിവ്യദേഹം എന്നെ ലളിതമായി അഭിസംബോധന ചെയ്തു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സത്യത്തിൻ്റെ ഗാഢമായ ഉറപ്പ് മുഴങ്ങി. തൽക്ഷണം ആത്മീയാനുഗ്രഹത്തിൻ്റെ ഒരു തിരയിൽ ഞാൻ ആമഗ്നനായി. പ്രാചീനമായ സന്യാസി പരമ്പരയിലേക്ക് പെട്ടെന്ന് ഉയർത്തപ്പെട്ടതിൽ മന്ദഹസിച്ചുകൊണ്ട് എന്നെ ഇപ്രകാരം ആദരിച്ച പ്രത്യക്ഷത്തിൽ മഹാനായ ആ മനുഷ്യരൂപധാരിയായ ദേവന്റെ പാദങ്ങളിൽ ഞാൻ താണുവണങ്ങി. ബാബാജി, അത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ഇരിപ്പിടം എനിക്ക് ചൂണ്ടിക്കാട്ടി. അരോഗദൃഢഗാത്രനും യുവാവുമായിരുന്ന അദ്ദേഹം കാഴ്ചയിൽ ലാഹിരി മഹാശയനെ പോലെയായിരുന്നു. ആ 2 ആചാര്യന്മാരുടെയും അസാധാരണ രൂപസാദൃശ്യത്തെപ്പറ്റി ഞാൻ പലപ്പോഴും കേട്ടിരുന്നുവെങ്കിലും ആ രൂപസാദൃശ്യം എനിക്ക് അത്ര കാര്യമായി അപ്പോൾ മനസ്സിൽ തട്ടിയില്ല.
ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഏതെങ്കിലും നിശ്ചിത ചിന്ത ഉടലെടുക്കുന്നത് തടയാനുള്ള കഴിവ് ബാബാജിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ തികച്ചും സ്വാഭാവികമായി പെരുമാറണമെന്ന് മഹാനായ ഗുരുനാഥൻ ആഗ്രഹിച്ചുവെന്നത് സ്പഷ്ടമായിരുന്നു. അദ്ദേഹം ആരെന്നുള്ള തിരിച്ചറിവ് എന്നെ ഭക്തിയാദരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കരുതെന്ന് അദ്ദേഹം കരുതി. കുംഭമേളയെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? എനിക്ക് വലിയ നിരാശ തോന്നി പ്രഭു, ഞാൻ പറഞ്ഞു. പക്ഷേ തിടുക്കത്തിൽ കൂട്ടിച്ചേർത്തു, അങ്ങയെ കാണുന്നതുവരെ. എങ്ങനെയെന്നറിയില്ല, പുണ്യാത്മാക്കളും ഈ കോലാഹലങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. കാഴ്ചയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇരട്ടി പ്രായമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എന്നെ കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, പലരുടെയും കുറ്റം വെച്ചുകൊണ്ട് എല്ലാവരെയും വിലയിരുത്തരുത്. ഈ ലോകത്തിൽ എല്ലാം തന്നെ മണലും പഞ്ചസാരയും കൂട്ടിച്ചേർത്തതുപോലെ സമ്മിശ്ര സ്വഭാവമുള്ളവയാണ്. പഞ്ചസാരയെ മാത്രം എടുത്തിട്ട് മണലിനെ ഉപേക്ഷിക്കുന്ന ബുദ്ധിയുള്ള ഉറുമ്പിനെ പോലെയാകൂ. ഇവിടെയുള്ള ധാരാളം സന്യാസിമാർ ഇപ്പോഴും അജ്ഞാനത്തിൽ അലയുന്നവരാണെങ്കിലും ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഏതാനും പുരുഷന്മാർ ഈ മേളയെ അനുഗ്രഹിക്കുന്നു. ഈ മഹാത്മാവുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചയുടെ വെളിച്ചത്തിൽ ഞാൻ വേഗം അദ്ദേഹത്തോട് യോജിച്ചു. പ്രഭു, ഇവിടെ കൂടിയിരിക്കുന്ന മിക്ക ആളുകളെക്കാളും ബുദ്ധിവൈഭവത്തിൽ ശ്രേഷ്ഠരായ പ്രമുഖ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരെപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാൻ അഭിപ്രായപ്പെട്ടു. വിദൂരമായ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള അവർ, വിവിധ മതവിശ്വാസികളും ഇത്തരം മേളകളുടെ ശരിയായ പ്രയോജനം അറിയാത്തവരുമാണ്. ഭാരതത്തിലെ ആചാര്യന്മാരെ കണ്ടുമുട്ടിയാൽ അവർക്കാണ് അത്യധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഉന്നതരെങ്കിലും ധാരാളം പാശ്ചാത്യർ തികഞ്ഞ ഭൗതികവാദികളാണ്. ശാസ്ത്രങ്ങളിലും ദർശനങ്ങളിലും പ്രസിദ്ധരായ ചിലർ മതങ്ങളുടെ സത്തയായ ഐക്യത്തെ അംഗീകരിക്കുന്നില്ല. അവരുടെ മതവിശ്വാസങ്ങൾ അവരെ നമ്മിൽ നിന്നും എന്നേക്കുമായി വേർതിരിക്കുന്ന, തരണം ചെയ്യാനാകാത്ത പ്രതിബന്ധമായി നിലനിൽക്കുന്നു. അങ്ങേക്ക് പാശ്ചാത്യ ദേശങ്ങളുടെ കാര്യത്തിൽ താൽപ്പര്യമുള്ളതായി ഞാൻ കണ്ടു. അതുപോലെ പൗരസ്ത്യത്തിലും. ബാബാജിയുടെ മുഖം അംഗീകാരം കൊണ്ട് പ്രസന്നമായി. മനുഷ്യരാശിയെ മുഴുവൻ ഉൾക്കൊള്ളാൻ പോന്ന അങ്ങയുടെ വിശാല ഹൃദയത്തിൻ്റെ വേദന എനിക്ക് അനുഭവപ്പെട്ടു. അതാണ് അങ്ങയെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചത്. കർമ്മവും ആത്മീയ ബോധവും സമന്വയിപ്പിച്ച് ഒരു ഉത്തമ മധ്യമാർഗം പൗരസ്ത്യരും പാശ്ചാത്യരും സ്ഥാപിക്കേണ്ടതുണ്ട്. അദ്ദേഹം തുടർന്നു. ഭൗതികമായ വളർച്ചയ്ക്ക് ഭാരതത്തിന് പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട്. പകരം പാശ്ചാത്യരെ യോഗശാസ്ത്രത്തിൻ്റെ സുസ്ഥിരമായ അടിത്തറയിൽ തങ്ങളുടെ മതവിശ്വാസങ്ങൾ പ്രതിഷ്ഠിക്കാൻ സഹായിക്കുന്ന സാർവലൗകിക മാർഗങ്ങൾ പഠിപ്പിക്കാൻ ഭാരതത്തിനും കഴിയും. സ്വാമിജി, പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങൾ തമ്മിൽ വരാനിരിക്കുന്ന സൗമനസ്യപൂർണമായ ആദാനപ്രദാനങ്ങളിൽ അങ്ങേക്ക് ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. പാശ്ചാത്യ ലോകത്ത് യോഗശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി പരിശീലിപ്പിക്കാനായി ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം അങ്ങയ്ക്ക് ഒരു ശിഷ്യനെ ഞാൻ അയച്ചു തരും. ആത്മീയ സാധന കൊതിക്കുന്ന നിരവധി ആത്മാക്കളുടെ സ്പന്ദനങ്ങൾ അവിടെ നിന്നും എന്നിലേക്ക് പ്രളയജലം പോലെ വന്നലയ്ക്കുന്നു. ഉണർത്തപ്പെടാൻ കാത്തിരിക്കുന്ന ഭാവി ദിവ്യാത്മാക്കളെ അമേരിക്കയിലും യൂറോപ്പിലും ഞാൻ ദർശിക്കുന്നു. തൻ്റെ കഥയുടെ ഈ ഘട്ടത്തിൽ ശ്രീ യുക്തേശ്വരൻ തൻ്റെ നോട്ടം പൂർണ്ണമായും എന്നിലേക്ക് തിരിച്ചു. തെളിഞ്ഞ നറുനിലാവിൽ പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനെ, നീയാണ് ബാബാജി എനിക്ക് അയച്ചു തരാമെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്ത ശിഷ്യൻ. എൻ്റെ കാലടികൾ ശ്രീ യുക്തേശ്വരനിലേക്ക് നയിച്ചത് ബാബാജിയാണെന്നറിഞ്ഞ് ഞാൻ സന്തോഷിച്ചെങ്കിലും എൻ്റെ പ്രിയ ഗുരുനാഥനിൽ നിന്നും ഈ എളിയ ആശ്രമത്തിലെ പ്രശാന്തിയിൽ നിന്നും അകലെ അതിവിദൂരമായ പാശ്ചാത്യ ദേശത്ത് ഞാൻ കഴിയുന്നത് വിഭാവനം ചെയ്യുവാൻ എനിക്ക് പ്രയാസം തോന്നി. ശ്രീ യുക്തേശ്വരൻ തുടർന്നു. ബാബാജി അതിനുശേഷം ഭഗവത്ഗീതയെപ്പറ്റി പറഞ്ഞു. ഗീതയുടെ അനേകം അധ്യായങ്ങൾക്ക് ഞാൻ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെന്ന വസ്തുത അദ്ദേഹത്തിനറിയാമെന്ന് ഏതാനും പ്രശംസാവചനങ്ങളിലൂടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു. സ്വാമിജി, എൻ്റെ അപേക്ഷപ്രകാരം മറ്റൊരു കൃത്യം ദയവായി ഏറ്റെടുക്കൂ.
മഹാനായ ആ ഗുരുനാഥൻ പറഞ്ഞു, ക്രിസ്തീയ ഹൈന്ദവ മതഗ്രന്ഥങ്ങളുടെ അന്തർലീനമായ ഒരുമയെപ്പറ്റി ഒരു ലഘുഗ്രന്ഥം അങ്ങ് എഴുതുകയില്ലേ? അവയുടെ അടിസ്ഥാനപരമായ ഏകത മനുഷ്യരുടെ വിഭാഗീയ ചിന്തകൾ കൊണ്ട് ഇപ്പോൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രചോദിതരായ ദൈവപുത്രന്മാർ ഒരേ സത്യമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് സമാന്തര പരാമർശങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാട്ടുക. മഹാരാജ്, എന്തൊരാജ്ഞയാണിത്! ഇത് നിറവേറ്റാൻ എനിക്ക് കഴിയുമോ? ശങ്കയോടെ ഞാൻ പറഞ്ഞു. ബാബാജി സൗമ്യമായി ചിരിച്ചു. മകനെ, നീ എന്തിനു സംശയിക്കുന്നു? ധൈര്യം പകർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ ഇതെല്ലാം ആരുടെ പ്രവൃത്തികളാണ്? ആരാണ് എല്ലാ കർമ്മങ്ങളുടെയും കർത്താവ്? ജഗന്നിയന്താവ് എന്നെക്കൊണ്ട് പറയിച്ചതെല്ലാം സത്യമായി തീർന്നേ പറ്റൂ. ആ ധന്യാത്മാവിൻ്റെ അനുഗ്രഹാശിസുകൾ എനിക്ക് കരുത്തേകിയെന്ന് ഞാൻ കരുതുകയും ആ പുസ്തകം എഴുതാൻ സമ്മതിക്കുകയും ചെയ്തു. പിരിയാനുള്ള സമയം സമാഗതമായി എന്നു കരുതി ഇല കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ നിന്ന് ഞാൻ മടിയോടെ എഴുന്നേറ്റു. അങ്ങ് ലാഹിരിയെ അറിയുമോ? ആ ആചാര്യൻ അന്വേഷിച്ചു. അദ്ദേഹം ഒരു മഹാത്മാവാണ് അല്ലേ? നമ്മുടെ കൂടിക്കാഴ്ചയെപ്പറ്റി അദ്ദേഹത്തോട് പറയൂ. എന്നിട്ട് അദ്ദേഹം ലാഹിരി മഹാശയനുള്ള ഒരു സന്ദേശം എനിക്ക് തന്നു. വിടവാങ്ങിക്കൊണ്ട് ഞാൻ വിനയപൂർവം അദ്ദേഹത്തെ പ്രണമിച്ചപ്പോൾ ആ പുണ്യാത്മാവ് സ്നേഹാർദ്രമായി പുഞ്ചിരിച്ചു. അങ്ങയുടെ പുസ്തകം എഴുതിത്തീരുമ്പോൾ ഞാൻ അങ്ങയെ സന്ദർശിക്കും, അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ വിട. അടുത്ത ദിവസം അലഹബാദ് വിട്ട് ഞാൻ വാരാണസിക്ക് തീവണ്ടി കയറി. എൻ്റെ ഗുരുവിൻ്റെ വീട്ടിലെത്തി കുംഭമേളയിൽ കണ്ട ആ ശ്രേഷ്ഠനായ താപസേന്ദ്രൻ്റെ കഥ വികാരവായ്പോടെ വിവരിച്ചു. അഹോ, നീ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ലേ? ലാഹിരി മഹാശയൻ്റെ കണ്ണുകൾ ചിരികൊണ്ട് നൃത്തം വയ്ക്കുകയായിരുന്നു. അദ്ദേഹം അത് തടഞ്ഞതുകൊണ്ട് നിനക്ക് കഴിഞ്ഞില്ല എന്ന് മനസ്സിലായി. അദ്ദേഹമാണ് എൻ്റെ അതുല്യനായ ഗുരുനാഥൻ, സ്വർഗീയ ബാബാജി. ബാബാജി! വിസ്മയസ്തബ്ധനായ ഞാൻ ആ പേര് ആവർത്തിച്ചു. ഈശ്വരതുല്യനായ യോഗി ബാബാജി, അപ്രത്യക്ഷനും പ്രത്യക്ഷനുമായ രക്ഷകൻ ബാബാജി. അഹോ, ആ കഴിഞ്ഞ അനുഭവത്തെ ഒന്ന് തിരിച്ചു വിളിക്കാനും അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളിൽ എൻ്റെ ഭക്ത്യാദരങ്ങൾ അർപ്പിക്കാൻ ആ സന്നിധിയിൽ എത്താനും കഴിഞ്ഞെങ്കിൽ. സാരമില്ല, വീണ്ടും നിന്നെ കാണാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ലാഹിരി മഹാശയൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഗുരുദേവ, ദൈവജ്ഞനായ ആചാര്യൻ അങ്ങയ്ക്ക് തരാൻ ഒരു സന്ദേശം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലാഹിരിയോട് പറയൂ, ഈ ജീവിതത്തിന് സംഭരിച്ചിരുന്ന ശക്തി ഇപ്പോൾ അല്പമാത്രമായേ അവശേഷിക്കുന്നുള്ളൂ. അത് ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു. ഗൂഢാർത്ഥമായ ഈ വാക്കുകൾ ഞാൻ പറഞ്ഞപ്പോൾ വൈദ്യുതാഘാതം ഏറ്റതുപോലെ ലാഹിരി മഹാശയൻ്റെ രൂപം വിറപൂണ്ടു. ക്ഷണത്തിൽ അദ്ദേഹം ആകെ മൗനത്തിലാണ്ടു. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി പൂണ്ട മുഖം അവിശ്വസനീയമാവണ്ണം കർക്കശമായി മാറി. പീഠത്തിലെ ഇരുണ്ട നിശ്ചലമായ മരപ്രതിമയെപ്പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം മങ്ങി വിളറി. ഞാൻ ഭയചകിതനായി പകച്ചുനിന്നു. സദാ സന്തുഷ്ടനായ അദ്ദേഹം ഇത്ര ഭീഷണമായ ഭാവം കൈക്കൊള്ളുന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെയുണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാരും ഭയാശങ്കകളോടെ മിഴിച്ചു നോക്കി. 3 മണിക്കൂർ നിശബ്ദമായി നീങ്ങി. പിന്നീട് ലാഹിരി മഹാശയൻ തൻ്റെ സ്വതസിദ്ധമായ പ്രസന്നത കൈക്കൊണ്ടു. അദ്ദേഹം തൻ്റെ ഓരോ ശിഷ്യനോടും വാത്സല്യപൂർവ്വം സംസാരിച്ചു. എല്ലാവരും സമാശ്വസിച്ചു. ലാഹിരി മഹാശയന് തൻ്റെ ശരീരം താമസം വിനാ കുടിയൊഴിയുമെന്ന് മനസ്സിലാക്കാനുള്ള സംശയാതീതമായ ഒരു അടയാളമായിരുന്നു ബാബാജിയുടെ സന്ദേശമെന്ന് ഗുരുദേവൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഗുരുദേവൻ തൽക്ഷണം അദ്ദേഹത്തിൻ്റെ സത്തയെ സംയമനം ചെയ്ത് ഇഹലോകത്തോടുള്ള മമതയുടെ അവസാന ചരടും അറുത്തുകളഞ്ഞ് തൻ്റെ ശാശ്വതമായ സ്വത്വത്തിലേക്ക് ഓടിയകന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭീഷണമായ മൗനം തെളിയിച്ചു. ബാബാജിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നോടൊപ്പം ഞാൻ എന്നെന്നുമുണ്ടാകുമെന്നാണ് അർത്ഥമാക്കിയത്.
ബാബാജിയും ലാഹിരി മഹാശയനും സർവജ്ഞരായിരുന്നുവെങ്കിലും എന്നിലൂടെയോ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെയോ ആശയവിനിമയം ചെയ്യേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നുവെങ്കിലും ആ മഹാത്മാക്കൾ പലപ്പോഴും മാനവ നാടകത്തിന് യോജിച്ച രീതിയിൽ ഒരു ഭാഗം അഭിനയിക്കാൻ ഔദാര്യം കനിഞ്ഞു കാട്ടിയിരുന്നു. ചിലപ്പോഴൊക്കെ അവരുടെ പ്രവചനങ്ങൾ ദൂതന്മാരിലൂടെ സാധാരണ രീതിയിൽ അയച്ചു കൊടുക്കുന്നു. ഈ പ്രവചനങ്ങൾ പിന്നീട് നിറവേറ്റപ്പെടുന്നതറിയുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിൽ ഏറിയ ഈശ്വരവിശ്വാസം ഉണർത്തുമെന്നതിനാലാണിത്. ഞാൻ വേഗം തന്നെ വാരാണസി വിട്ട് ശ്രീരാമപുരത്തെത്തി. ബാബാജി നിർദ്ദേശിച്ച വേദശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് തുടക്കമിട്ടു. ശ്രീ യുക്തേശ്വരൻ തുടർന്നു. എൻ്റെ ജോലി ആരംഭിച്ച ഉടൻ തന്നെ മരണമില്ലാത്ത ആ ഗുരുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു കവിത എഴുതാൻ എനിക്ക് പ്രചോദനം ലഭിച്ചു. സംസ്കൃത കവിത എഴുതാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും എൻ്റെ പേനയിൽ നിന്ന് ശ്രുതിമധുരമായ വരികൾ അനായാസമായി ഒഴുകി. രാത്രിയുടെ പ്രശാന്തിയിൽ ബൈബിളും സനാതനധർമ്മത്തിലെ ശാസ്ത്രഗ്രന്ഥങ്ങളുമായി ഒരു താരതമ്യ പഠനത്തിൽ ഞാൻ വ്യാപൃതനായി. അനുഗ്രഹീതനായ യേശുദേവന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വേദങ്ങളുടെ വെളിപാടുകളുമായി ഒന്നാണെന്ന് ഞാൻ സമർത്ഥിച്ചു. എൻ്റെ പരമഗുരുവിൻ്റെ കൃപ കൊണ്ട് ദ ഹോളി സയൻസ് എന്ന പുസ്തകം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എഴുതി തീർന്നു. ഗുരുദേവൻ തുടർന്നു. എൻ്റെ സാഹിതി സംരംഭം പരിസമാപിച്ചതിൻ്റെ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഇവിടെ റായ്ഘാട്ടിൽ ഗംഗാസ്നാനത്തിനായി പോയി. സ്നാനഘട്ടത്തിൽ ആരുമില്ലായിരുന്നു. സൂര്യപ്രകാശം നിറഞ്ഞ അവിടുത്തെ പ്രശാന്തി ആസ്വദിച്ചുകൊണ്ട് ഞാൻ അല്പനേരം നിശ്ചലനായി നിന്നു. തെളിഞ്ഞു മിന്നിയ നദീജലത്തിൽ മുങ്ങിക്കുളിച്ച ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഗംഗയിൽ നനഞ്ഞ എൻ്റെ വസ്ത്രങ്ങൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും കാലുകളിൽ പളപള അടിച്ചുകൊണ്ടിരുന്നതായിരുന്നു നിശബ്ദതയിലെ ഒരേ ഒരു ശബ്ദം. നദീതീരത്തുള്ള ഒരു വലിയ ആൽമരത്തിൻ്റെ തറ കടന്നുപോയപ്പോൾ ശക്തമായ ഒരു പ്രചോദനം തിരിഞ്ഞു നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അവിടെ ആ വടവൃക്ഷത്തിൻ്റെ തണലിൽ ഏതാനും ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട് മഹാനായ ബാബാജി ഇരിക്കുന്നു. സ്വാഗതം സ്വാമിജി. ഞാൻ സ്വപ്നം കാണുകയല്ലെന്ന് എനിക്ക് ബോധ്യം വരുത്താൻ ആചാര്യൻ്റെ മധുരശബ്ദം മുഴങ്ങി. അങ്ങയുടെ പുസ്തകം വിജയകരമായി എഴുതിത്തീർന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വാക്ക് തന്നിരുന്നത് പോലെ നന്ദി പറയാൻ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അതിവേഗം മിടിക്കുന്ന ഹൃദയത്തോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, പരമഗുരു, അടുത്തു തന്നെയുള്ള എൻ്റെ ഭവനത്തെ അങ്ങും ശിഷ്യന്മാരും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയില്ലേ? ആ പരമഗുരു മന്ദസ്മിതത്തോടെ എൻ്റെ പ്രാർത്ഥന നിരാകരിച്ചു. ഇല്ല കുഞ്ഞേ, ഞങ്ങൾ വൃക്ഷങ്ങളുടെ താവളം ഇഷ്ടപ്പെടുന്നവരാണ്. ഈ സ്ഥലം വളരെ സുഖകരമാണ്. ഒരല്പനേരം നിൽക്കൂ ഗുരുദേവ. ഞാൻ പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ നോക്കി. ഏതാനും വിശേഷപ്പെട്ട മധുരപലഹാരങ്ങളുമായി ഞാൻ ഉടനെ വരാം. ഏതാനും മിനിറ്റുകൾക്കകം ഒരു താലത്തിൽ സ്വാദിഷ്ട ഭോജ്യങ്ങളുമായി ഞാൻ തിരിച്ചെത്തിയപ്പോൾ ആ അതികായനായ പേരാൽ ആ സ്വർഗീയ സംഘത്തിന് തണലേകിയിരുന്നില്ല. ഞാൻ സ്നാനഘട്ടത്തിനു ചുറ്റും എല്ലായിടവും തിരഞ്ഞു. പക്ഷേ സൂക്ഷ്മാകാശച്ചിറകുകളിൽ ആ ചെറിയ സംഘം പറന്നകന്നു കഴിഞ്ഞുവെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിഞ്ഞു. എനിക്ക് കടുത്ത മനോവ്യഥ തോന്നി. ഇനി കണ്ടുമുട്ടിയാലും ബാബാജിയോട് സംസാരിക്കാൻ ഞാൻ കൂട്ടാക്കുകയില്ല, ഞാൻ സ്വയം പറഞ്ഞു. ഇത്ര വേഗം അദ്ദേഹം എന്നെ വിട്ടുപോയത് ദയവില്ലായ്മയായിപ്പോയി. ഇത് തീർച്ചയായും പരിഭവത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം ലാഹിരി മഹാശയനെ വാരാണസിയിൽ ഞാൻ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വീകരണമുറിയിൽ ഞാൻ കയറിയപ്പോൾ എൻ്റെ ഗുരുദേവൻ അഭിവാദ്യമായി പുഞ്ചിരിച്ചു. വരൂ യുക്തേശ്വര, അദ്ദേഹം പറഞ്ഞു. നീ ഇപ്പോൾ മുറിയുടെ വാതിലിൽ ബാബാജിയെ കണ്ടുമുട്ടിയോ? എന്ത്? ഇല്ലല്ലോ, ഞാൻ അത്ഭുതത്തോടെ ഉത്തരം പറഞ്ഞു. ഇവിടെ വരൂ. ലാഹിരി മഹാശയൻ എൻ്റെ നെറ്റിയിൽ മൃദുവായി തൊട്ടു. ഉടൻ തന്നെ ഒരു വിടർന്ന വിശിഷ്ടമായ താമര പോലെ
മനോഹരമായ ബാബാജിയുടെ രൂപം വാതിലിനടുത്ത് ഞാൻ ദർശിച്ചു. ഞാൻ എൻ്റെ പഴയ പരിഭവം ഓർത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. ലാഹിരി മഹാശയൻ എന്നെ അമ്പരപ്പോടെ നോക്കി. ആ ദിവ്യഗുരു ആഴം അളക്കാനാവാത്ത കണ്ണുകളോടെ എന്നെ നോക്കുകയായിരുന്നു. നീ എന്നോട് പിണങ്ങിയല്ലേ? പ്രഭു, എന്തുകൊണ്ട് അല്ലാതിരിക്കണം? ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങയുടെ മാസ്മര സംഘവുമായി അങ്ങ് വായുവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ നേർത്ത വായുവിൽ മറയുകയും ചെയ്തു. നിന്നെ വന്ന് കാണാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എത്ര നേരം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. ബാബാജി സൗമ്യമായി ചിരിച്ചു. നിന്നിൽ ആവേശത്തിൻ്റെ അസ്വസ്ഥത നിറഞ്ഞിരുന്നു. നിന്റെ ആവേശത്തിൻ്റെ കൊടുങ്കാറ്റ് എന്നെ സൂക്ഷ്മാകാശത്തിൽ ഏതാണ്ട് പൂർണ്ണമായി അണച്ചുകളയുകയായിരുന്നുവെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വസ്തുനിഷ്ഠമായ ഈ വിശദീകരണത്തിൽ ഞാൻ ഉടനടി തൃപ്തനായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമിച്ചു. പരമഗുരു എൻ്റെ തോളിൽ കരുണാർദ്രമായി തലോടി. കുഞ്ഞേ, നീ കൂടുതൽ ധ്യാനം ചെയ്യണം, അദ്ദേഹം പറഞ്ഞു. നിന്റെ കാഴ്ചശേഷി ഇനിയും കുറ്റമറ്റതായിട്ടില്ല. സൂര്യപ്രകാശത്തിനു പിന്നിൽ ഞാൻ ഒളിഞ്ഞു നിന്നത് നിനക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്വർഗീയ വേണുനാദത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രകാശത്തിൻ്റെ അദൃശ്യ ദീപ്തിയിൽ ബാബാജി മറഞ്ഞു. എൻ്റെ ഗുരുവിനെ കാണാനായി വാരാണസിയിലേക്കുള്ള എൻ്റെ അവസാന യാത്രകളിലൊന്നായിരുന്നു അത്, ശ്രീയുക്തേശ്വരൻ പറഞ്ഞു നിർത്തി. കുംഭമേളയിൽ വെച്ച് ബാബാജി പ്രവചിച്ചിരുന്നതുപോലെ ലാഹിരി മഹാശയൻ്റെ ഗൃഹസ്ഥാശ്രമി എന്ന അവതാരം അന്ത്യത്തോട് അടുക്കുകയായിരുന്നു. 1895 വേനൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ദൃഢമായ ശരീരത്തിൽ പുറത്ത് ഒരു ചെറിയ പരു വളർന്നു വന്നു. അത് കീറാൻ അദ്ദേഹം സമ്മതിച്ചില്ല. തൻ്റെ ചില ശിഷ്യരുടെ ദുഷ്കർമ്മം സ്വന്തം ശരീരത്തിലൂടെ അദ്ദേഹം പ്രവർത്തിപ്പിച്ചു തീർക്കുകയായിരുന്നു. ഒടുവിൽ ചില ശിഷ്യന്മാർ വല്ലാതെ നിർബന്ധിച്ചു. അപ്പോൾ ഗുരുദേവൻ അർത്ഥം വെച്ച് പറഞ്ഞു, ശരീരത്തിന് പോകാൻ ഒരു കാരണം വേണമല്ലോ. നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഞാൻ സമ്മതിച്ചേക്കാം. കുറച്ചു നാളുകൾക്ക് ശേഷം അതുല്യനായ ആ ഗുരുനാഥൻ വാരാണസിയിൽ വച്ച് തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. ഇനി ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ആ ചെറിയ സ്വീകരണമുറിയിൽ തേടേണ്ടതില്ല. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ സർവസന്നിഹിതമായ മാർഗനിർദ്ദേശത്താൽ അനുഗ്രഹീതമായി ഞാൻ കാണുന്നു. ആത്മീയമായി വളരെ പുരോഗതി നേടിയ സ്വാമി കേശവാനന്ദൻ്റെ വാക്കുകളിൽ ലാഹിരി മഹാശയൻ്റെ മഹാസമാധിയുടെ അനവധി അത്ഭുതകരമായ വിശദവിവരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു. എൻ്റെ ഗുരുദേവൻ ശരീരം ത്യജിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഹരിദ്വാറിലെ എൻ്റെ ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്ന എൻ്റെ മുന്നിൽ അദ്ദേഹം ആവിർഭവിച്ചു. കേശവാനന്ദജി എന്നോട് പറഞ്ഞു, വാരാണസിയിലേക്ക് ഉടൻ തന്നെ വരൂ. ഈ വാക്കുകളോടെ ലാഹിരി മഹാശയൻ അന്തർധാനം ചെയ്തു. ഞാൻ ഉടൻ തന്നെ വാരാണസിക്ക് തീവണ്ടി കയറി. എൻ്റെ ഗുരുവിൻ്റെ വീട്ടിൽ ധാരാളം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയതായി കണ്ടു. ആ ദിവസം മണിക്കൂറുകളോളം ഗുരുദേവൻ ഗീത വ്യാഖ്യാനിച്ചു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളെ അഭിസംബോധന ചെയ്ത് ലളിതമായി പറഞ്ഞു, ഞാൻ എൻ്റെ ജന്മഗേഹത്തിൽ പോകുന്നു. ഞങ്ങളുടെ ഹൃദയവേദനയുടെ തേങ്ങലുകൾ അണപൊട്ടി ഒഴുകി. ശാന്തരാകൂ, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത്രയും പറഞ്ഞ ശേഷം ലാഹിരി മഹാശയൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് 3 പ്രാവശ്യം വട്ടം കറങ്ങിയിട്ട് വടക്കോട്ട് തിരിഞ്ഞ് പത്മാസനസ്ഥനായി വിശിഷ്ടമായ മഹാസമാധി പൂകി. ശിഷ്യർക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്ന ലാഹിരി മഹാശയൻ്റെ സുന്ദരമായ ശരീരം ഗംഗാതീരത്തെ മണികർണികാ ഘാട്ടിൽ ഗൃഹസ്ഥാശ്രമികൾക്കുള്ള അന്ത്യകർമ്മങ്ങളോടെ ദഹിപ്പിച്ചു. സ്വാമി കേശവാനന്ദൻ തുടർന്നു. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഞാൻ വാരാണസിയിൽ തന്നെയായിരുന്നപ്പോൾ എൻ്റെ മുറി ഒരു പ്രകാശധോരണിയിൽ മുങ്ങി. അത്ഭുതം!
എൻ്റെ മുന്നിൽ രക്തവും മാംസവും പൂണ്ട ശരീരത്തിൽ ലാഹിരി മഹാശയൻ നിന്നു. അത് അദ്ദേഹത്തിൻ്റെ പഴയ ശരീരം പോലെ തന്നെയായിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ യുവത്വവും തിളക്കവുമുണ്ടായിരുന്നു. എൻ്റെ ദിവ്യഗുരു എന്നോട് പറഞ്ഞു, കേശവാനന്ദ, ഇത് ഞാൻ തന്നെയാണ്. ദഹിപ്പിക്കപ്പെട്ട എൻ്റെ ശരീരത്തിൻ്റെ വിഘടിപ്പിച്ച പരമാണുക്കളിൽ നിന്ന് ഞാൻ ഒരു പുതിയ ശരീരം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ ഈ ലോകത്തിലെ എൻ്റെ കർത്തവ്യം കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ ഭൂമി തീർത്തും വിട്ടുപോകുന്നില്ല. ഇനിമേൽ കുറേ സമയം ഞാൻ ബാബാജിയുമൊത്ത് ഹിമാലയത്തിൽ ചെലവഴിക്കും. ബാബാജിയുമായി വിശ്വമാകെയും. ഏതാനും അനുഗ്രഹവചസ്സുകളോടെ അതീന്ദ്രിയനായ ആചാര്യൻ മറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ വിസ്മയകരമായ പ്രചോദനം നിറഞ്ഞു. യേശുവിൻ്റെയും കബീറിൻ്റെയും മരണത്തിനു ശേഷവും ആ ഗുരുക്കന്മാരെ ജീവനോടെ ദർശിച്ച ശിഷ്യന്മാരെപ്പോലെ ആത്മീയമായ ഒരു ഉത്കർഷം എനിക്ക് അനുഭവപ്പെട്ടു. സ്വാമി കേശവാനന്ദൻ തുടർന്നു, ഞാൻ ഏകാന്തമായ ഹരിദ്വാർ ആശ്രമത്തിൽ തിരിച്ചെത്തിയപ്പോൾ ലാഹിരി മഹാശയൻ്റെ കുറച്ച് ചിതാഭസ്മം കൂടെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം സ്ഥലകാല പഞ്ചരത്തിൽ നിന്നും മോചിതനായി എന്ന് എനിക്കറിയാമായിരുന്നു. സർവവ്യാപിത്വത്തിൻ്റെ ആ പക്ഷി സ്വതന്ത്രമാക്കപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം പീഠത്തിൽ വച്ച് ആദരിക്കുന്നത് എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചു. തൻ്റെ ഉയർത്തെഴുന്നേറ്റ ഗുരുവിൻ്റെ ദർശനത്താൽ അനുഗ്രഹീതനായ മറ്റൊരു ശിഷ്യനാണ് പുണ്യാത്മാവായ പഞ്ചാനനൻ ഭട്ടാചാര്യ. അദ്ദേഹത്തിൻ്റെ കൊൽക്കത്തയിലുള്ള വസതിയിൽ വെച്ച് ഞാൻ സന്ദർശിച്ച തൻ്റെ ഗുരുനാഥനോടൊത്തുള്ള ധാരാളം വർഷങ്ങളുടെ കഥകൾ സസന്തോഷം കേട്ടിരുന്നു. അവസാനമായി അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായ സംഭവം എന്നോട് പറഞ്ഞു. ഇവിടെ കൊൽക്കത്തയിൽ അദ്ദേഹത്തിൻ്റെ ശവദാഹം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ലാഹിരി മഹാശയൻ ജീവിച്ചിരിക്കുമ്പോഴത്തെ അതേ മഹിമയിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. 2 ശരീരങ്ങളോടുകൂടിയ പുണ്യാത്മാവ് സ്വാമി പ്രണവാനന്ദനും തൻ്റെ സ്വർഗീയ അനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്നോട് വെളിപ്പെടുത്തി. എൻ്റെ റാഞ്ചി വിദ്യാലയം സന്ദർശിക്കുന്ന വേളയിൽ പ്രണവാനന്ദൻ എന്നോട് പറഞ്ഞു, ലാഹിരി മഹാശയൻ ശരീരം വെടിയുന്നതിന് ഏതാനും ദിവസം മുമ്പ് വാരാണസിയിൽ ഉടനെ എത്താൻ ആവശ്യപ്പെടുന്ന ഒരു കത്ത് എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചു. പക്ഷേ ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ ഞാൻ താമസിച്ചു പോയതുകൊണ്ട് എനിക്ക് യാത്ര തിരിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 10 മണിയോടെ ഞാൻ യാത്ര തിരിക്കാനായി തയ്യാറായപ്പോൾ പെട്ടെന്ന് എൻ്റെ മുറിയിൽ ഗുരുദേവൻ്റെ തിളങ്ങുന്ന രൂപം കണ്ട് ഞാൻ ആഹ്ലാദഭരിതനായി. എന്തിന് വാരാണസിയിലേക്ക് ധൃതിയിൽ തിരിക്കണം? ലാഹിരി മഹാശയൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ ഇനി നീ എന്നെ കാണുകയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം വെളിവായപ്പോൾ അദ്ദേഹത്തെ വെറും ഒരു മനോദർശനത്താലാണ് കാണുന്നതെന്ന് വിശ്വസിച്ച് ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു. എന്നെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഗുരുദേവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഇതാ എൻ്റെ ശരീരം തൊടുക. ഞാൻ ജീവിച്ചിരിക്കുന്നു, എപ്പോഴത്തെയും പോലെ. വിലപിക്കാതിരിക്കൂ, ഞാൻ എല്ലായ്പ്പോഴും നിന്നോടൊപ്പമില്ലേ? മഹാന്മാരായ ഈ 3 ശിഷ്യന്മാരുടെ വാക്കുകളിൽ നിന്ന് അത്യത്ഭുതകരമായ സത്യത്തിൻ്റെ ഒരു കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലാഹിരി മഹാശയൻ്റെ മൃതദേഹം അഗ്നിക്ക് അർപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഉയർത്തെഴുന്നേറ്റ ആ ഗുരുനാഥൻ യഥാർത്ഥമെങ്കിലും രൂപഭേദം വന്ന ശരീരത്തിൽ വ്യത്യസ്തമായ 3 പട്ടണങ്ങളിൽ 3 ശിഷ്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നശ്വരമായത് അനശ്വരതയെയും മർത്യമായത് അമർത്യതയെയും ധരിക്കുമ്പോൾ മരണത്തെ വിജയം ആഹരിച്ചു എന്ന വിശുദ്ധ ലിഖിതത്തിലെ വചനം നിറവേറും. മരണമേ, നിന്റെ വിശപ്പല്ലെവിടെ? മരണമേ, നിന്റെ വിജയം എവിടെ?